ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ ചോദ്യം, ദൈവം മോശയെ വിളിച്ചത് എന്തിന്? അതിൻ്റെ ഉത്തരം നമുക്കറിയാം. എന്നാലും ഒന്നുകൂടി നമുക്ക് ഓർത്തു നോക്കാം, എന്തിനാണ് ദൈവം മോശയെ വിളിച്ചത് എന്നുള്ളത്. ഇസ്രായേൽക്കാർ എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലേ. ഈജിപ്തിലെത്തിയതിന് ശേഷം ആളുകളും അവരുടെ സമ്പത്തും ഒക്കെ ഒരുപാട് വർദ്ധിച്ചു. അപ്പോൾ ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് അസൂയയായി. അവർ നമ്മളെക്കാളും വലിയൊരു ജനതയായി തീരുമോ എന്ന് ഈജിപ്തുകാർ ഭയപ്പെട്ടു. അപ്പോൾ എന്താ ചെയ്തത്? അവർ ഇസ്രായേൽക്കാരെ എന്ത് ചെയ്യാൻ തുടങ്ങി? അടിമകളെ പോലെ പണിയെടുപ്പിക്കാനായിട്ട് തുടങ്ങി. ഒത്തിരി അവരെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കി ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ. അപ്പോൾ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ദൈവം മോശയെ വിളിക്കുന്നത്. എന്തിനാണ് ദൈവം മോശയെ വിളിച്ചത്? ടീച്ചർ പറയാം. അടിമത്തത്തിൻ്റെയും പീഡനത്തിൻ്റെയും നടുവിൽ നിസ്സഹായരായിത്തീർന്ന ഈ ജനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനും അബ്രാഹത്തോടും സന്തതികളോടും വാഗ്ദാനം ചെയ്തതുപോലെ അവരെ സ്വന്തം ജനമാക്കാനും ദൈവം നിശ്ചയിച്ചു. അതിനു വേണ്ടിയിട്ട് ദൈവം മോശയെ വിളിച്ചു. മോശയിലൂടെയാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ദൈവം എന്തിനാണ് മോശയെ വിളിച്ചത്? ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട്? അവരെ സ്വന്തം ജനമാക്കി മാറ്റാൻ, അവർക്ക് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവരെ എത്തിക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി ടീച്ചർ വായിക്കാം. അടിമത്തത്തിൻ്റെയും പീഡനത്തിൻ്റെയും നടുവിൽ നിസ്സഹായരായിത്തീർന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനും അബ്രാഹത്തോടും സന്തതികളോടും വാഗ്ദാനം ചെയ്തതുപോലെ അവരെ സ്വന്തം ജനമാക്കാനും ദൈവം നിശ്ചയിച്ചു. അതിനുവേണ്ടി ദൈവം അവരുടെ ഇടയിൽ നിന്ന് ഒരു ലീഡറെ തിരഞ്ഞെടുത്തു. ആ ലീഡറാണ് ആര്? മോശ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു.